ഹലോ പൾസർ സുനി ഫാൻസ് അസോസിയേഷൻകാരെ നമസ്കാരമുണ്ട്. നിങ്ങൾ കേസിലെ രണ്ടാം പ്രതിയായ മാർട്ടിൻ പറഞ്ഞത് കേട്ടായിരുന്നോ? ഇങ്ങനെ ഇതിപ്പം ഈ വന്നിരിക്കുന്ന വീഡിയോ അല്ല, ഇതിന് മുമ്പ് തൊട്ടേ പുള്ളി പറയുന്നുണ്ട്. മഞ്ജു, ലാൽ, രമ്യ നമ്പീശൻ തുടങ്ങിയവരൊക്കെയാണ് ദിലീപിനെ കുടിക്കുകയെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? എങ്ങനെ വിശ്വസിക്കാനല്ലേ? മാർട്ടിൻ പറയുന്നത് ദിലീപിന് സപ്പോർട്ടായിട്ട്, പക്ഷേ പൾസർ സുനി പറയുന്നത് ദിലീപിന് എതിരായിട്ട്. അപ്പോൾ നമ്മൾ പൾസർ സുനിയുടെ വാക്കുകളല്ലേ വിശ്വസിക്കത്തുള്ളൂ? അതല്ലേ? എനിക്കറിയാം നിങ്ങൾ വിശ്വസിക്കത്തില്ലെന്ന്. എന്നോടിത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും പറയും വിശ്വസിക്കുന്നില്ലെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൾസർ സുനിയുടെ വാക്കുകൾ എന്തായാലും ഞാൻ വിശ്വസിക്കുന്നില്ല. അവൻ ക്രിമിനലാണ്. എനിക്ക് കോടതിയുടെ വിധിയിൽ മാത്രമേ വിശ്വാസമുള്ളൂ, കോടതിയിലെ വിശ്വാസമുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന വ്യക്തികളായിട്ടുള്ള നമ്മൾ ഈ മാർട്ടിൻ പറഞ്ഞതും കൂടെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പൾസർ സുനിയുടെ വാക്കുകൾ വിശ്വസിച്ച് പൾസർ സുനിക്ക് ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയിട്ട് ദിലീപിനെ വിരോധിയായിട്ട് കാണുന്ന നിങ്ങളും ഞാനും അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആൾക്കാരും തമ്മിൽ യാതൊരു വ്യത്യാസവും കാണത്തില്ല. മനസ്സിലായോ? എന്തായാലും ഇയാളെ കോടതി ശിക്ഷിച്ചല്ലോ. അപ്പോൾ ഇയാളും ക്രിമിനൽ, പൾസർ സുനിയും ക്രിമിനൽ. അയാളെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇയാളെ വിശ്വസിക്കുന്നില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്. പൾസർ സുനിയുടെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാർട്ടിൻ്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചേ മതിയാവും. കാരണം പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി ഓൾറെഡി ഒരു ക്രിമിനലാണ്. പുള്ളി ഒരുപാട് കുറ്റകൃത്യത്തിലൊക്കെ പങ്കുണ്ട്. പുള്ളിക്ക് ഇഷ്ടംപോലെ കേസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ മാർട്ടിൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു പെറ്റിക്കോസിൽ പോലും ഇതുവരെ പ്രതിയായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും മാർട്ടിൻ്റെ വാക്കുകളെല്ലാം ഒന്നുകൂടെ വിശ്വാസയോഗ്യം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തായാലും മാർട്ടിൻ്റെ വാക്കുകളും വിശ്വസിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. എൻ്റെ പേര് മാർട്ടിൻ എന്നാണ്. നടി ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായിട്ട് തന്നെ 5 കൊല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ബെയിലിൽ എനിക്ക് കിട്ടി. ഞാൻ പുറത്തിറങ്ങിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങൾ, നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം. അതിന്റെ പേരിൽ മാത്രം ഇത്രയും നാളെ എന്നെ ജയിലിലിട്ടായിരുന്നത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ആൾക്കാർ പലരും ഇത് കമന്റ് ബോക്സിൽ ഞാൻ കണ്ടാണ്, ഇയാളുടെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്നത് അപ്പോൾ കള്ളത്തരാണോ, ടെലിപ്രോംപ്റ്ററെ നോക്കി വായിക്കുന്നതാണോ എന്നൊക്കെ ചിലർക്ക് സംശയം. ഇങ്ങനെ കണ്ണ് വെട്ടുമ്പോഴേ അപ്പം ഞാൻ എനിക്ക് തുടക്കത്തിൽ അങ്ങനെ തോന്നി. പക്ഷേ മുമ്പോട്ട് ഈ വീഡിയോ പോയി കഴിഞ്ഞപ്പോൾ ആ ഒരു സംശയം അങ്ങനെ വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനിപ്പം സ്ഥിരം ക്യാമറ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നും അല്ലല്ലോ. സ്ഥിരം ക്യാമറയിൽ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് വീഡിയോ ചെയ്യുന്നവരൊക്കെ ആണെങ്കിലുള്ള ഇങ്ങനെ നോക്കിയൊക്കെ സംസാരിക്കാനൊക്കെ ഒക്കത്തുള്ളൂ. അല്ലാതെ ചില ആൾക്കാരെ സംബന്ധിച്ച് ചിലപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ചിലപ്പോൾ വിഷ്വൽ വരുന്ന കാണും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവിടെ ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓടും. അപ്പോൾ അത് പ്രശ്നമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ പുള്ളിയുടെ വാക്കുകൾ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നൊന്നുമില്ല കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമാവും. ഡയറക്ടർ ശ്രീകുമാർ മേനോനും നടി മഞ്ജു വാര്യറും രമ്യ നമ്പീശനും ചേർന്ന് ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. വണ്ടിയിൽ നടീനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയുന്നത്. തൃശ്ശൂർ നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നടൻ ലാലിന്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നത്. ഞാൻ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് പ്ലേ ചെയ്തിട്ട് വലിച്ചു നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ കണ്ടത് ശ്രീജിത്ത് പെരുമന എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ അഡ്വക്കേറ്റാന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് കണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഫുള്ളായിട്ട് കാണാം. മഞ്ജു വാര്യറും രമ്യ നമ്പീശനും ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഒരുക്കി കെണിയത്. എനിക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ലാലും ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യറും രമ്യ നമ്പീശനും നിരപരാധിയായി എന്നെ ഉൾപ്പെടെ പലരെയും ചതിച്ചതിന് പ്രതിഫലമായിട്ട് മഞ്ജു വാര്യർക്ക് ബോംബെയിൽ വാങ്ങിച്ച ഫ്ലാറ്റ്. അപ്പോൾ എൻ്റെ സംശയം ഇതാണ്, മാർട്ടിൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞത് കള്ളത്തരമാണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇങ്ങനെ കള്ളത്തരം പറയുന്നുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ദിലീപിന് വേണ്ടിയിട്ട്. അപ്പോൾ ദിലീപിന് വേണ്ടിയിട്ട് ഇങ്ങനെ കള്ളത്തരം പറയുന്ന വ്യക്തിയും ദിലീപും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്ങനെയെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടേ? അങ്ങനെ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ദിലീപിനെ കൊടുക്കാൻ പറ്റുമല്ലേ? മനസ്സിലായോ? അപ്പോൾ ഇയാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നാൽ ദിലീപ് നിരപരാധിയാണ്, മറ്റവരാണ് മഞ്ജു വാര്യരോ ലാലിൻ്റെ പേരും രമ്യ നമ്പീശിൻ്റെ പേരും എല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയിപ്പിച്ചത് ഒന്നെങ്കിൽ ദിലീപ് അല്ലെങ്കിൽ ദിലീപുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമല്ലോ. അപ്പോൾ ആ രീതിയിൽ ഈ മാർട്ടിൻ എന്ന് പറഞ്ഞ വ്യക്തിയും ദിലീപോ അല്ലെങ്കിൽ ദിലീപിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ആയിട്ട് ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിലും ദിലീപിനെ നമുക്ക് ശിക്ഷിക്കാമല്ലോ. അതായത് പറഞ്ഞത് പൾസർ സുനിയും ദിലീപും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കി അവസാനം ഈ തെളിവുകളെല്ലാം ആയിട്ട് കോടതി ചെന്നപ്പം ഇതെല്ലാം ശരിയല്ല എന്ന് പറഞ്ഞ് കോടതി എടുത്ത് ദൂരോട്ട് കളഞ്ഞല്ലോ. എന്നിട്ടാണല്ലോ ദിലീപ് നിരപരാധിയാണ്, ഇങ്ങനെ ഒരു പൾസർ സുനിയും ദിലീപും തമ്മിൽ ബന്ധമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ഒരു രീതിയിലും കൂടെ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിലേ, അതായത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ മാർട്ടിൻ പറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നെങ്കിലും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതല്ലേ? എൻ്റെ പ്രിയപ്പെട്ട ദിലീപ് വിരോധികളെ, അല്ലെങ്കിൽ പൾസർ സുനി ഫാൻസ് അസോസിയേഷൻകാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പോൾ ഈ മാർട്ടിൻ്റെ വീഡിയോ വന്നിട്ട് എത്ര മണിക്കൂറായി? 24 മണിക്കൂറോളം കഴിഞ്ഞിട്ടില്ലേ? ഏതെങ്കിലും പ്രമുഖ മാധ്യമങ്ങൾ ഇതിനെ ചൊല്ലി എന്തെങ്കിലും ചർച്ചയോ കാര്യങ്ങളോ എന്തെങ്കിലും വെക്കുന്നത് കണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരിനെ കുറിച്ച് ജഡ്ജ്മെൻറ്റിനകത്ത് വന്നാണ്, അവനെ സാക്ഷ്യപട്ടികയെ പോലും ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ശ്രീലക്ഷ്മിയുടെ ഭർത്താവാണെന്നും പറഞ്ഞ ഒരാളുടെ മുമ്പിലോട്ട് കോലും കൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് പോയി. എന്നിട്ട് അങ്ങേര് പറഞ്ഞ എന്നാ,
ഞങ്ങളെ സാക്ഷിപ്പട്ടികയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷേ ഞങ്ങളുടെ ഫോണും എല്ലാം കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇന്നപോലെ പൾസർ സുനിയായിട്ട് പണ്ട് തൊട്ടേ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചെറിയൊരു ബന്ധമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർ ഭയങ്കര തിക്ക് സുഹൃത്തുക്കളാണ്. അപ്പോൾ അങ്ങനെ വിളിച്ചു. അതിന് ശേഷം ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വെളുപ്പിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് സാക്ഷിപ്പട്ടികയിൽ ഈ ശ്രീലക്ഷ്മിയുടെ പേര് എന്തുകൊണ്ട് വന്നില്ല? അതായത് പൾസർ സുനി ഈ കൃത്യം നടത്തുന്നതിന് തൊട്ട് മുമ്പ് മണിക്കൂറുകളോളം സംസാരിക്കുകയും മെസ്സേജ് അയച്ചുകയും ആയിട്ടുള്ള വ്യക്തിനെ എന്തുകൊണ്ട് സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടനെ തന്നെ ഏഷ്യാനെറ്റ് കോലും കൊണ്ട് ഓടിയിരിക്കുക ശ്രീലക്ഷ്മിയുടെ ഭർത്താവാണെന്നും പറഞ്ഞ ഒരാളുടെ മുമ്പിലോട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ എന്തിനുള്ള പുറപ്പാട്? ഇതൊക്കെ കാണുമ്പോഴത്തേക്കും കോമൺ സെൻസ് ഉള്ള മനുഷ്യന്മാർ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ മാർട്ടിൻ്റെ സ്ഥാനത്ത് പൾസർ സുനിയാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിരുന്ന് പറഞ്ഞ ഒരു വീഡിയോ അത് ഇപ്പം പുറത്ത് വന്നത് എന്ന് നിങ്ങൾ കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ കണ്ട മാധ്യമങ്ങളെല്ലാം കമ്പും കോലും ഒക്കെ ആയിട്ട് അതിലെല്ലാം ഓടിച്ചാടി നടക്കുമല്ലേ, ചർച്ചയുടെ അങ്ങേയറ്റമായിരിക്കുമല്ലേ. പക്ഷേ ഈ മാർട്ടിൻ പറഞ്ഞിട്ട് മാർട്ടിൻ്റെ വീഡിയോ ഇത്ര എണ്ണം വന്നിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചർച്ചയോ മറ്റോ ഇയാൾ കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞല്ലോ, അതിനെ അവരുടെ അടുത്തോട്ട് പോവുകയോ ഈ കോലും കൊണ്ട് പോവുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു ചർച്ചയില്ല, ഒന്നുമില്ല. അതെന്തുകൊണ്ടാണ്? ഹാഷ് വാല്യൂവിനെ കുറിച്ച് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിനകത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. അതായത് ഈ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ കൊടുത്തിരിക്കുന്ന മെമ്മറി കാർഡ് മാത്രമേ ഉള്ളൂ. അവിടെ യഥാർത്ഥ ഡിവൈസ്, അതായത് റെക്കോർഡ് ചെയ്ത ഡിവൈസ് കൊടുത്തിട്ടില്ല, കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഈ ജഡ്ജ്മെൻറ്റിനകത്ത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാനായിട്ട് പലതുമുണ്ട്. അതായത് ഒറിജിനൽ ഡിവൈസ് ഇല്ലാതെ ഇത് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സമയത്ത് റെക്കോർഡ് ചെയ്തതാണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? ശരിയല്ലേ? യഥാർത്ഥ ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു വിഷ്വൽ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സമയവും കാലവും അവരെങ്ങനെ പ്രൂവ് ചെയ്തെന്നാണ് ഒരു സംശയം. അതിജീവിതയുടെ മൊഴി പോലും കോടതി പൂർണ്ണമായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്നൊക്കെ വാർത്ത നമ്മൾ കണ്ടല്ലോ. ഒരു പക്ഷേ ഇതൊക്കെ കൊണ്ടായിരിക്കാം. അപ്പോൾ കോടതിയെ തെറ്റ് പറയാൻ പറ്റുമോ? അവർക്ക് റെക്കോർഡ് ചെയ്ത് ഒറിജിനൽ ഡിവൈസ് കിട്ടിയെങ്കിലേ ഇതൊക്കെ വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒറിജിനൽ ഡിവൈസ് കിട്ടില്ല, എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്തതാണോ എന്നൊക്കെ തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരം പറയും? ദിലീപ് ആദ്യം മുതലേ പറയുന്നുണ്ട് ഞാൻ നുണപരിശോധനയ്ക്ക് റെഡിയാണെന്ന്. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതിയില്ല പുള്ളി നിരപരാധിയാണെന്ന് മനസ്സിലാക്കാനായിട്ട്. ശരിയല്ലേ? പിന്നെ അതുപോലെ തന്നെ പുള്ളി തന്നെയാണ് കേസ് CBI ക്ക് വിടണം എന്ന് പറയുന്നത്. ഇത് രണ്ടും കേൾക്കുമ്പോഴത്തേക്ക് തന്നെ കോമൺ സെൻസ് ഉള്ള മനുഷ്യനെ മനസ്സിലാവുമല്ലേ? CBI വരട്ടെന്നാണ് ഞാൻ പറയുന്നത്. CBI വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് എവിടെയും വരെ എത്തും നമുക്ക് കണ്ടിരിക്കാം. അപ്പം നമുക്കൊന്നും വിട്ടു പറയാൻ പറ്റുമല്ലോ. എന്തെങ്കിലുമൊക്കെ അറിയാതെ വായിന്ന് വീണ് പോയി കഴിഞ്ഞാൽ പ്രശ്നം. ഇതിൽ കൂടുതൽ പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ രക്ഷയില്ല. എന്തായാലും കറങ്ങി തിരിഞ്ഞ് വരട്ടെ.